നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു കോവയ്ക്കായും മാങ്ങായും കൂടെ ഒന്ന് ഉപ്പിലിടുന്നേ, പിന്നെ ഒരു ആപ്പിൾ ഉപ്പിലിടാം. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി കുറച്ച് പുതിന ഇല. അപ്പം ഇവിടെയൊക്കെ ഉള്ളവരിങ്ങനെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് നോക്കി ട്രൈ ചെയ്താലോ. അപ്പം നിങ്ങളെ ആ വീഡിയോയിലോട്ട് പോവാം. അപ്പം അതിന് വേണ്ടിയ സാധനം അതേണ്ട ഒരു മാങ്ങായെ, കുറച്ച് കോവയ്ക്കായ, ഒരു ആപ്പിള്, പിന്നെ കുറച്ച് പുതിന ഇല, പിന്നെ ഇച്ചിരി ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഇച്ചിരി ഉപ്പും ഇച്ചിരി പഞ്ചസാര. അപ്പം നമുക്കൊന്ന് ഇട്ടാലോ. ആദ്യം നമുക്കിതുപോലെ ഒരു കട്ടർ എടുത്ത് വെക്കാം. അതിനകത്തോട്ട് നമുക്ക് മാങ്ങ നമ്മുടെ ഒന്ന് അരി അപ്പം ഞാൻ മാങ്ങ കഴുകി വെച്ചേക്കുമായിരുന്നു. ഇത് ഇവിടുന്ന് മേടിച്ച മാങ്ങായ, അന്ന് നമ്മൾ അച്ചാറിട്ടതിൻ്റെ ബാക്കി മാങ്ങായായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കാവും. അപ്പം നിങ്ങളെ ഞാൻ ആ മാങ്ങ എല്ലാം ഒന്ന് ഞാൻ അരിഞ്ഞെടുക്കട്ടെ. മാങ്ങ അരിഞ്ഞ് വെച്ച് ഇനി നമ്മുടെ കോവയ്ക്കാണ് നമുക്കൊന്ന് കോവയ്ക്ക ഇങ്ങനെ ഒന്ന് കണ്ടിച്ച്, കോവയ്ക്കായും നമുക്കെല്ലാം നാലായിട്ടൊന്ന് കീറിയിടും. നമ്മുടെ കോവയ്ക്കായും മാങ്ങായും കൂടെ നമ്മളെടുത്തു. ഇനി നമ്മുടെ ആപ്പിൾ നമുക്ക് ആപ്പിൾ ഒന്ന് അരിഞ്ഞു വെക്കും. അപ്പം നമുക്ക് ആപ്പിളൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ഇച്ചിരി ഇടുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഇടുക. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിച്ച വെള്ളം കുറച്ചൊഴിക്കും. പിന്നെ ഇതിനകത്തോട്ട് ഒരു ശകലം വിനാഗിരി, ഒരു പുളിക്കിരുന്നോട്ട് ഒരു വിനാഗിരി ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നുള്ളു പഞ്ചാരയും കൂടെ നമുക്കിടാം. എന്താണെന്ന് വെച്ചാൽ ആ പഞ്ചാരയുടെ ടേസ്റ്റ്, ഒരു ഉപ്പും പുളിയും പഞ്ചസാരയും കൂടെ ഉണ്ട്. അപ്പം നമുക്കൊരു ഇത്രയും പഞ്ചസാരയും കൂടി ഇടും. എന്നിട്ട് നമുക്ക് ഇനിയും കുറച്ച് വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കണം. വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈ മാങ്ങ ഉപ്പിലിടുന്ന അത് പെറുക്കി നമുക്ക് ഇതിനകത്തോട്ട്. അപ്പം നമ്മുടെ മാങ്ങ എല്ലാം നമ്മളെടുത്തിട്ട് ഇനി നമ്മുടെ കോവയ്ക്കായുടെ അതിനകത്തോട്ട് ഇടാം. നമ്മൾ കോവയ്ക്കായും എല്ലാം ഒന്നെടുത്തിട്ടു. അപ്പം നമ്മുടെ കോവയ്ക്ക എല്ലാം എടുത്തിട്ട് നമുക്ക് 2 പച്ചമുളകും കൂടെ അതിനകത്തോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിന ഇല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കും. ഇതിനകത്ത് ഏറെ വെള്ളമുണ്ട്, നമുക്കതുകൊണ്ട് ഈ സ്പൂണിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി നല്ലതായിട്ട് കൊടുക്കാം. ഈ ഉപ്പും ഇതുമൊക്കെ ഒന്ന് പിടിക്കണ്ടേ. അപ്പം ഉപ്പും പഞ്ചാരയും പുതിന ഇലയൊക്കെ ഒന്ന് പിടിക്കണം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ശരിക്കും അടയ്ക്കണ്ട. ഈ ചൂടുവെള്ളം ഇല്ലേ, അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ആപ്പിൾ അടുത്തതിടാം. അപ്പം ഞാൻ ഇതുപോലുള്ളൊരു ടിന്നിനകത്ത് വിനാഗിരി ഒഴിച്ചു, ചൂടുവെള്ളം ഒഴിച്ച്, ഇനി ഉപ്പും പഞ്ചസാരയും കൂടെ. അപ്പം നമുക്കൊരു ഒരു നുള്ളു പഞ്ചസാര ഇടാം. ഇത്രയും പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് വേണ്ടി ഉപ്പ് ആവശ്യത്തിനിടാം. ഇപ്പം നമ്മൾ ഉപ്പും ഇട്ടു, പഞ്ചസാര ഇട്ടു, വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, ചൂടുവെള്ളവും. പിന്നെ നമ്മുടെ ആപ്പിളെല്ലാം എടുത്ത് നമുക്ക് ഇതിനകത്തോട്ടിടാം. 2 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് എളുപ്പം എടുക്കുന്നതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട്. നിങ്ങൾ കുപ്പിപ്പരണിയിലിട്ടാൽ മതി, പ്ലാസ്റ്റിക് ഇടണ്ട. പ്ലാസ്റ്റിക് കൊള്ളാത്ത. പിന്നെ ഞാനിത് 1-2 ദിവസം കഴിഞ്ഞ് എടുക്കണമല്ലോ, അതിന് വേണ്ടി ഞാൻ നോക്കാം. പിന്നെ നമ്മുടെ പുതിനയിലയും നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഇടാം. അപ്പം നമ്മൾ ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുതിനയിലയും കൂടി ഇട്ട് നമുക്ക് ഈ ആപ്പിൾ ഒന്ന് ഇളക്കി വെക്കാം. എന്നിട്ട് ഇതൊരു 2 ദിവസം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, എനിക്ക് എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.